ലിബറേഷൻ ലുങ്കികൾ, യാഥാസ്ഥിതിക വസ്ത്രസങ്കല്പങ്ങളിൽ നിന്ന് വിമോചനം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അതിന് ഞാൻ ലുങ്കി കൊടുക്കാറില്ലല്ലോ സർ. വെച്ചോളൂ, ആവശ്യം വരും. അടുത്ത ട്രിപ്പ് കൊടൈക്കനാൽ എന്താ? വിപ്ലവകരമായ വർഗ ബഹുജന ലൈൻ അഡോപ്റ്റ് ചെയ്യാതെ നടപ്പിലാക്കുന്ന എല്ലാ ഉന്മൂലന സമരവും ഏതാനും കേഡർമാരുടെ ധീരസാഹസികത്വവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ടെററിസവും മാത്രമായി മാറിപ്പോകും. ഉന്മൂലന സമരം എന്നത് അങ്ങേയറ്റം വെറുക്കപ്പെടുന്ന ഒരു ജന്മിയെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല. സഖാവ് ചാരു മജുംദാർ പറഞ്ഞതുപോലെ വർഗസമരത്തിന്റെ ഉയർന്ന രൂപവും സായുധ സമരത്തിന്റെ ആരംഭവുമാണ്. ചാരു, ഇതാണ് ഞാൻ പറയാറുള്ള ബാഹുലെ. മൂവ്മെന്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓ, ഒരുപാട് കാലായി കണ്ടിട്ടല്ലേ. എനിക്കറിയാം, സാറ് പഴയ വീരകഥകളൊക്കെ എന്നോട് പറയാറുണ്ട്. വന്നേ. ഇവിടെ ഒരു ക്ലോസപ്പോ മീഡിയം ഷോട്ട് ഇട്ട പോരെ? നീ എന്നെ ഔട്ടാക്കും. നീ ഇപ്പോ വലിയ ഫെമിനിസ്റ്റ് ആണെന്ന് കേട്ടല്ലോ. കല്യാണം കഴിക്കാത്ത പുരുഷന്മാർക്ക് അതും ഒരു ഉപജീവന മാർഗമാ. ഷവർ പോലെ എഴുതി കൂട്ടുന്നുണ്ട് അല്ലേ? കാണാറുണ്ട്. പക്ഷേ ഞാൻ ഈയിടെയായിട്ടൊന്നും വായിക്കാറില്ല. വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പിന്നെ ജീവിച്ചു പോണ്ടേ. ചുമ്മാ വിവാദങ്ങൾ ഉണ്ടാക്കുക, പിന്നെ ബാക്കി മീഡിയാസ് ഏറ്റെടുത്തോളും. എടാ, പ്രാക്ടീസ് അഡ്വർടൈസേഴ്സ് എങ്ങനെയാ ജനനിയായത്? അതോ, 3 വർഷം മുമ്പ് ഒരു സുഹൃത്തിന് നിർബന്ധം കൊണ്ട് എറണാകുളത്ത് പോയി മാതാജിയെ കണ്ടു. എനിക്ക് ഈ ഭക്തിയും വിശ്വാസം ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒരു ത്രില്ലിന് പോയതാ. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും മാതാജി എന്നെ പേര് പറഞ്ഞു വിളിച്ചു. എന്റെ പേഴ്സണൽ പറയും ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസി കൂടി പിറന്നു. മണ്ണാങ്കട്ട, ഇതൊക്കെ ബിസിനസിന്റെ ഓരോ സ്ട്രാറ്റജി അല്ലേ. ഏതായാലും അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വരൂ വരൂ. അച്ഛനവിടെ? മോളുണ്ട്. ഇവനെ നിനക്ക് മനസ്സിലായോ? മനസ്സിലാവില്ല, ഞാൻ പഴയ ബാഹുലേന. ഈശ്വര, എനക്ക് മനസ്സിലായില്ല. എത്ര മാറിപ്പോയി. അതെ. മേസ്ത്രി, മേസ്ത്രിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛന് ഇവനെ മനസ്സിലായോ? ബാഹുലേനല്ലേ? നിന്റെ താടിയുടെ പോയി കൊറേ കാലായി കണ്ടിട്ട്. പണ്ട് അന്തിക്കാട് സമ്മേളനത്തിന് അവതരിപ്പിച്ച കരട് രേഖ നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ എഴുതിയന്? എന്തായിരുന്നു അതിന്റെ പേര്? 2 ലൈൻ സമരത്തിന്റെ ജനകീയ അടിത്തറ. ഇപ്പൊ നീയല്ലേ പറഞ്ഞത് മേസ്ത്രി സെനയിലായി കിടക്കാന്ന്? ഇത്രയും കാലത്തിന് ശേഷം പെറ്റമ്മ പോലും എന്നെ തിരിച്ചറിയില്ല. മേസ്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല. 15 വർഷം മുമ്പ് ഞാൻ കണ്ട അതേ മേസ്ത്രി തന്നെ.
ഒരുത്തന്റെ തലക്ക് പോലീസ് വില പറഞ്ഞ കാല. എന്നാലെന്താ വെറുതെ ഇരിക്കൂ? ഓരോ കാലത്ത് ഓരോ ആവേശങ്ങള്. ഞാൻ പുകവലി നിർത്തി 10-12 വർഷമായി. ബാഹുലേനിപ്പോ എന്ത് ചെയ്യുന്ന? പഴയ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഏയ്, അതൊക്കെ പണ്ടേ തകർന്ന് തരിപ്പണമായില്ലേ. സാംസ്കാരിക വേദി പിരിച്ചുവിട്ടപ്പോ ജോൺ കയ്യൂർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പക്ഷെ അത് മുടങ്ങി. പിന്നെ അല്പകാലം ഒരു മാസികയുടെ പത്രാധിപരായി. ഇപ്പോ സ്വതന്ത്ര സാംസ്കാരിക പ്രവർത്തനം എന്നോ മറ്റോ പറയാം. അച്ഛാ, EMS അറിഞ്ഞോ? ഏതായാലും ബാഹുലയം പറഞ്ഞത് നന്നായി. ഇങ്ങനെ ഒരു സാധ്യതയുണ്ടായതിന് ഒരു തരത്തിൽ EMSനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടതാണ്. നാളെ ഇക്കോ പൊളിറ്റിക്സിനെ പറ്റി ഒരു സെമിനാർ ഉണ്ട് അവിടെ. കണ്ണൂർ സ്റ്റേഷനിലെത്തിയപ്പോഴാ വാർത്ത അറിഞ്ഞത്. സെമിനാർ ഏതായാലും നടക്കില്ല. പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഇവന്റെ ഓഫീസിലേക്ക് പോയി. ഭാഗ്യത്തിന് ഇവനെ കിട്ടി. വാർത്ത അറിഞ്ഞിട്ടും ആഫീസ് അടച്ചില്ലേ? അച്ഛാ, ഹർത്താലും അവധിയും ദുഃഖാചരണമൊക്കെ നാളെയല്ലേ? ടൗണിൽ എല്ലാ സ്ഥാപനങ്ങളും തുറന്നിരിക്കുക. ഞങ്ങളിപ്പോ വരുമ്പോ കാണുകയല്ലേ. ആകെ അടച്ചത് ബീഡി കമ്പനി മാത്രം. പ്രായത്തിന്റെ തകരാറായിരിക്കും. ആ വാർത്ത കേട്ട നിമിഷം ലോകം സ്തംഭിക്കുമെന്ന് വിചാരിച്ചുപോയി.